إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിനെ സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾ, അത് ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ, അതിൽ ഏറ്റവും ഉത്തമരെ കുറിച്ച് ആരാണ് അവരിൽ ഉത്കൃഷ്ടർ എന്ന് അല്ലാഹു ഖുർആനിലെ 98-ാം അധ്യായം അൽ ബയ്യിനയിലെ 7-8 ആയത്തുകളിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. തീർച്ചയായും അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ ആരോ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാകുന്നു ഏറ്റവും ഉത്തമരായ സൃഷ്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനും മനുഷ്യനല്ലാത്ത ഇതര സൃഷ്ടികളൊക്കെ വെച്ച് പറഞ്ഞതാണ്. പ്രത്യേകം മനുഷ്യരിൽ നിന്ന് ഉത്കൃഷ്ടർ എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഖൈറുൽ ബരിയ, എല്ലാ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് അവർ. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യം പറയാണ്: ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. അവർക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളാണ്. ഖാലിദീന ഫീഹാ അബദ, ആ സ്വർഗ തോപ്പുകളിൽ അവർ ശാശ്വതരായി എന്നേക്കുമായി കഴിഞ്ഞുകൂടുന്നവരുമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു: റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവരും അല്ലാഹുവിനെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവരാണ് ദാലിക ലിമൻ ഖശിയ റബ്ബ, അവരാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഉത്തമരുമാകാൻ പറ്റാവുന്ന ദറജ നേടിയെടുക്കുന്നവരുടെ വിശേഷണമല്ല പറയുന്നത്. ദാലിക ലിമൻ ഖശിയ റബ്ബ,
അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണവർ. അള്ളാഹുവിനെ ഒരുത്തന് ഭയപ്പെടണമെങ്കിൽ അള്ളാഹു ആരാണെന്ന് അവനക്ക് തിരിച്ചായി അറിയണം. അള്ളാഹുവിനെ അറിയാനുള്ള വഴി എന്താ? അള്ളാഹുവിന് എണ്ണമില്ലാത്ത ഉത്കൃഷ്ടമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. വലഹുൽ അസ്മാഉൽ ഹുസ്ന, ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ സൂറത്തുകളിലെ ആയത്തുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. ആ നാമഗുണവിശേഷണങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒരു അടിമക്ക് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അവനെ ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹാബാക്കളോടും നമ്മോടൊക്കെ, ഇന്ന അത്ഖാകും വഅലമുകും ബില്ലാ അന. സ്വഹാബികളെ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹിനെ കുറിച്ച് അറിയുന്നവൻ ഞാനാ. റസൂല് പറയാൻ പോരാ, അത്ഖാകും ബില്ലാ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനും ഞാനാ. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹ് തന്നെ സത്യം, ഇന്നി ലഅലഹു ബില്ലാഹ്, അള്ളാഹിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അള്ളാഹിന്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ അശദ്ദുഹും ലഹു ഖശിയ, അള്ളാഹിനെ ഏറ്റവും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾക്കാണ് അതിശക്തമായ രൂപത്തിൽ, അതികഠിനമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ അടുപ്പവും അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും മഹത്വവും എല്ലാം അറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കണം. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അർ-റഖീബ് എന്നുള്ള നാമം. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ നാമത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഖുർആനിൽ 4-ാം അധ്യായം അൻ-നിസാ സൂറത്തിലെ 1-ാമത്തെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഈ നാമം നമ്മെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായി തന്നെ ഉണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. മറ്റൊരു ആയത്തിൽ പറഞ്ഞു, എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹുവിന് സസൂക്ഷ്മമായി അറിയാം. ഈ അള്ളാഹു എന്ന റഖീബ് എന്ന നാമത്തെ ശക്തിപ്പെടുത്തുവാനും അതിൻ്റെ ആശയത്തിൻ്റെ വിപുലതയെ, വിശാലതയെ മനസ്സിലാക്കി തരാനും അള്ളാഹുവിൻ്റെ മറ്റു 4 പേരുകളും കൂടി ചേർത്ത് പഠിച്ചാൽ മാത്രമാണ് ആ റഖീബ് എന്ന നാമത്തിൻ്റെ ശക്തി എത്രയാണ്, അതിൻ്റെ പവർ എത്രയാണെന്ന് മനസ്സിലാക്കുക. അതിൽപ്പെട്ടതാണ് ഹഫീൽ എന്നുള്ള നാമം. കാത്ത് സൂക്ഷിക്കുന്നവൻ, കാത്ത് രക്ഷിക്കുന്നവൻ എന്നാണ് അൽ ഹഫീൽ എന്ന നാമം. വിശുദ്ധ ഖുർആനിൽ ഹഫീൽ എന്നത് 3 തവണ വന്നിട്ടുണ്ട്. സൃഷ്ടികളെക്കുറിച്ച് സസൂക്ഷ്മമായി എല്ലാം അറിയുന്നവൻ, യാതൊരു മറയും കൂടാതെ അറിയുന്നവൻ, അവ്യക്തതയില്ലാത്തവൻ. പിന്നീട് റഖീബ് എന്ന നാമത്തെ ശക്തിപ്പെടുത്തുന്ന അടുത്ത നാമമാണ് അൽ അലീം. വിശുദ്ധ ഖുർആനിൽ 157 തവണ വന്നിട്ടുണ്ട്. എല്ലാം അറിയുന്നവൻ എന്നാണ് ആ നാമത്തെ നമ്മളെ മലയാള ഭാഷയിലേക്ക് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടാവും. കാരണം അത്രമാത്രം വിപുലമാണ്, വിശാലമാണ് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും. കാരണം നമ്മളെല്ലാം അറിയാന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനകത്ത് അത് എത്രമാത്രം ഉൾക്കൊള്ളുക എന്നുള്ളത് മനുഷ്യനല്ലേ. മറ്റു ഭാഷയിലുള്ള ഒരു വാക്ക് വേറൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഗൗരവവും ഗാംഭീര്യവും കുറയും സ്വാഭാവികമായി ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ. അപ്പോൾ അലീം എന്നുള്ളത് 157 തവണ വന്നിട്ടുണ്ട്. പിന്നീട് അസ്സമീ, എല്ലാം കേൾക്കുന്നവൻ, 45 തവണ വിശുദ്ധ ഖുർആനിൽ ആ പേര് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അൽ ബസീർ 51 തവണ.
ഈ 4 നാമങ്ങളും കൂടി നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് റഖീബ് എന്ന നാമത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വിശാലതയും ആഴവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ മുൻഗാമികളായ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ റഖീബ് എന്ന നാമം മറ്റു നാമങ്ങളുമായി ഇടപഴകിയാണ് ഉള്ളത്, കൂടിച്ചേർന്നാ നിൽക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹിനെ ഏറ്റവും നന്നായി ആരാണോ അറിയുന്നത്, പഠിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലാണ് അള്ളാഹിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ തഖ്വ ഉണ്ടാവുക. അള്ളാഹിനെ കുറിച്ചുള്ള അറിവും പഠനവും നമുക്ക് കുറയുമ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ഭയവും ഭക്തിയും തഖ്വയും നമുക്ക് കുറയും. അള്ളാഹ് ആരാണെന്നും അള്ളാഹുവിൻ്റെ കഴിവുണ്ടാണെന്നും മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തെ തന്നെ പഠിക്കണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണം എന്നുള്ള ആ കഴിവ്, ആ മുറാഖബത്ത്, അതിനെ പണ്ഡിതന്മാർ പറഞ്ഞു ദവാമു ഇൽമിക ബിഅന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉ മിൻ അംരിക്. നിന്റെ എല്ലാ കാര്യവും അള്ളാഹ്ക്ക് അറിയാം. അതിന് യാതൊരു കാലങ്ങളുടെയോ സമയങ്ങളുടെയോ വ്യത്യാസമില്ല. ഒരു അവ്യക്തതയും നിന്നെക്കുറിച്ച് അള്ളാഹ്ക്ക് ഉണ്ടാവില്ല എന്നാണ് മുറാഖബത്തുൽ, അള്ളാഹിൻ്റെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ. ഉലമാക്കൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ നിർവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സൂറത്തുൽ അലക്കിൽ ചോദിക്കുന്നുണ്ട്, അലം യഅലം ബിഅന്നല്ലാഹ യറ. മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ അള്ളാഹു അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ സാക്ഷ്യത്വമുണ്ട് എന്ന് മനുഷ്യൻ അറിയുന്നില്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട അള്ളാഹുവിൻ്റെ നാമമാണ് റഖീബ് എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും വീട്ടിലും ഒറ്റക്കും എല്ലാ സമയത്തും എല്ലാം തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാനുള്ള സർവ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അവസരങ്ങളുമുള്ള ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള മൊബൈൽ, അത് മാത്രം മതി. സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, അത് മാത്രം മതി. അള്ളാഹു വെച്ചിട്ടുള്ള തിന്മകളുടെ അതിർവരമ്പുകളെല്ലാം കാറ്റിൽ പറത്തി താൻ തോന്നിയായി ജീവിക്കുവാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എന്നെ പല ആളുകളും സംസാരിക്കും, പറയും തഖ്വയില്ല, പടച്ചോനെ പേടിയില്ല, അതുപോലെ ഭയഭക്തി കുറയാണ്. അതെന്താ കാരണം? റബ്ബിനെ കുറിച്ച് ശരിയായി പഠിക്കാത്തത് കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് റസൂലുള്ളാഹിന്റെ ഒരു അടിമ സൗബാൻ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബീള. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാന്റെ റസൂൽ പറയാൻ, നിങ്ങൾക്ക് ശേഷം ഒരു ജനത വരാനുണ്ട്, തിഹാമ പർവ്വതം കണക്ക് വെട്ടിത്തിളങ്ങുന്ന അറേബ്യൻ രാജ്യത്തിൽ ഏറ്റവും വിശാലമായി വെളുത്ത ഒരു പർവ്വതമാണ് തിഹാമ. ആ തിഹാമ പർവ്വതം പോലെ അമലുകളുമായി സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടിയ ഒരു കൗമ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു വരും ഖിയാമത്ത് നാളിൽ. എന്നിട്ട് റസൂൽ പറയാണ്, അവർ ചെയ്ത ഈ വെള്ള പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലെയുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹു എടുത്ത് ധൂളികളാക്കി നിഷ്ഫലമാക്കി കളയും എന്ന് പറഞ്ഞു. സൽക്കർമ്മങ്ങൾ കൊണ്ട് വന്നതാ, അമലുസ്വാലിഹാത്തുകൾ. ഇത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടുകൂടി പരിഭ്രാന്തിയോടുകൂടി റസൂലുള്ളാഹിന്റെ അടിമയായ സൗബാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മഅഹും. റസൂലെ, അവരെ കുറിച്ചൊന്ന് വിവരിച്ചു തരുമോ? ആരാണവർ? ഞങ്ങളെ കൗമിൽപ്പെട്ടതാണല്ലോ. വളരെ പർവ്വത സമാനമായി സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് ആ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുകയാണല്ലോ. വട്ടപൂജ്യമാണല്ലോ അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം. അത് വല്ലാത്ത ഹതഭാഗ്യരും നഷ്ടക്കാരുമാണ്. ആരാണ് അള്ളാഹിന്റെ റസൂലെ അവർ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അമ്മാ ഇന്നഹും ഇഖ്വാനുക്കും ഫീ മിൻ ജിൽദതിക്കും. അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ്.
തീർന്നില്ല. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്ക് തഹജ്ജുദ് വിത്ർ നിസ്കരിക്കുന്നത് പോലെ രാത്രി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളാണ് അവർ. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല മർത്തബകളുള്ള നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ റസൂൽ പറയാണ് വലാകിന്നഹും അഖ്വാമുൻ, എന്നാൽ ഈ പറയുന്ന വിശേഷണങ്ങളുള്ള ആളുകൾ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ, തിന്മകൾ അവരുടെ മുന്നിൽ വരുമ്പോൾ, പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുവാനുള്ള അവസരങ്ങൾ അവർക്ക് മുന്നിൽ വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചൊരു പേടിയും ബേജാറും ഒരു ഗാംഭീര്യം ഒരു മാന്യതയും കൊടുക്കാതെ അള്ളാഹു ഹറാമാക്കിയ തിന്മകളൊക്കെ അവർ ചെയ്യും. എന്നിട്ട് അവരുടെ കർമ്മങ്ങൾ അവർ ഇല്ലാതാക്കി മാറ്റും. വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതം തകരുന്നതും തരിപ്പണമാകുന്നതും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ തിന്മകളാണ്. ആരാരും നമ്മുടെ കൂടെയില്ല, യാത്രയിലില്ല, നാം ഒറ്റക്കാണ്, നമ്മളെ പരിചയമില്ലാത്ത ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കയ്യിൽ എല്ലാവിധ സംവിധാനങ്ങളുള്ള മൊബൈലുകളുണ്ട്. അതിൻ്റെ ഓരോ ആപ്പും തുറക്കുമ്പോൾ തിന്മകളുടെ പ്രവാഹമാണ് നമ്മളുടെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത്. ആരും കാണുമ്പോൾ നോക്കാനില്ല, ഭാര്യയില്ല, മക്കളില്ല, തന്നെ പരിചയമുള്ള ആദർശ ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, ഞാൻ ഒറ്റക്കാണ്. അതാണ് റസൂൽ പറഞ്ഞത്. എല്ലാം ചെയ്യും, സ്വതക്ക കൊടുക്കും, നോമ്പെടുക്കും, രാത്രിയിൽ ഒറ്റക്കിരുന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കരിക്കും, വിത്ർ നമസ്കരിക്കും. അങ്ങനെ വെള്ള അമലുകളുമായി തിഹാമ പർവ്വതം കണക്ക് അമലുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വരും. പക്ഷെ അള്ളാഹു അവരുടെ സർവ്വ അമലുകളും എടുത്ത് നിഷ്ഫലമാക്കി കളയും. എന്താ കാരണം? സ്വകാര്യ ജീവിതത്തിൽ തിന്മകളിൽ മുഴുകിയവരവർ. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ കുറിച്ച് ഏറ്റവും കൃത്യമായി വ്യക്തമായി ആർക്കറിയാം? അതാണ് അള്ളാഹ് ചോദിച്ചു, അലം യഅലം ബിഅന്നല്ലാഹ യറാ, മനുഷ്യ നീ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ല, ആലോചിക്കുന്നില്ലേ? നിന്റെ റബ്ബൊന്നും ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് മഹാന്മാരായ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കവിതകളിലൂടെ നമ്മെ പഠിപ്പിച്ചു, ഇദാമാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയതും ഇല തുഅയാൻ, മനുഷ്യ കൂരാകൂരി ഇരുട്ടിൽ സംസ്കൃതമായ ആരാരുമില്ല, നിനക്ക് ഏത് തിന്മയും ചെയ്യാൻ പറ്റുന്ന കൂരാകൂരി ഇരുട്ടിൽ നീ ഒറ്റക്കാണ്. വന്നഫ്സു ദാഇയതും ഇല തുഅയാൻ, തിന്മയിലേക്ക് മാടി വിളിക്കുന്നുണ്ട് നിന്റെ മനസ്സ്. ഫസ്തഹി മിൻ നദ്റിൽ ഇലാഹി, പക്ഷേ നീ ലജ്ജിക്കണം, കാരണം നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ മനസ്സ് പറയുന്നു നീ ഒറ്റക്കാണ്, ആരും നിന്നെ നിരീക്ഷിക്കുന്നില്ല, കാണുന്നില്ല, അറിയുന്നില്ല. തിന്മകൾ ചെയ്യാനുള്ള സർവ്വ സംവിധാനം നിന്റെ കൂടെയുണ്ട്. തിന്മ ചെയ്തോ, പാപം ചെയ്തോ, കുറ്റം ചെയ്തോ എന്ന് നിന്റെ മനസ്സ് നിന്നെങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയണം, എന്ത് പറയണം? വഖുല്ലഹ, ആ മനസ്സിനോട് നീ ശക്തമായി ആവർത്തിച്ചു പറയണം, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാമി, ഈ തിന്മകളെല്ലാം ചെയ്യുവാനുള്ള സാഹചര്യം എനിക്കെന്താ? ഈ ഇരുട്ടല്ലേ? ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച റബ്ബ് എന്നെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിന്റെ മനസ്സിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് റബ്ബിനെ കുറിച്ച് നമുക്ക് സൂക്ഷ്മത ഉണ്ട്. ദാലിക ലിമൻ ഖശ്യ റബ്ബ, എല്ലാ സൃഷ്ടികളിൽ നിന്നും ഉത്തമനായ ആ യോഗ്യത കിട്ടണമെങ്കിൽ റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും പേടിക്കണം. ഒരു അറാബിയായ ഒരു മനുഷ്യൻ ഒരു അറാബിയായ സ്ത്രീയെ കണ്ടു. ഇമാം ബഹിഖി അവിടുത്തെ ശുഅബുൽ ഈമാൻ എന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, വലഖിയ റജുലുൻ അറാബിയതൻ ഫഅറാദഹാ അലാ നഫ്സിഹ, ഒരു മനുഷ്യൻ ഒരു അറാബിയായ ഗ്രാമീണ സ്ത്രീയെ, നല്ല ഭംഗിയുള്ള സ്ത്രീനെ കണ്ടു. അപ്പോൾ ഇവൻക്ക് ഇവളോടൊരു ശാരീരികമായ വേഴ്ചക്ക് ആഗ്രഹം തോന്നി. പക്ഷെ ഫഅബത്ത്, അവൾ അതിനെ നിരസിച്ചു, പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, സക്കൽതുക ഉമ്മക അമാലക സാജിറുൻ മിൻ കരീം, മനുഷ്യ, ഈ തിന്മയിൽ നിന്ന് തടുക്കുവാനുള്ള ഒരു മാന്യത നിന്റെ ജീവിതത്തിൽ ഇല്ലേ? ഒരു മാന്യനായ ഒരു മനുഷ്യനല്ല നീ? അടുത്ത ചോദ്യം, അമാലക നാഹിം മിൻ ദീൻ,
ഞാനും നീയും ഒറ്റക്കാണ്, അന്യരാണ്. എന്നെ നിനക്ക് കയറി പിടിച്ച് എന്തും ചെയ്യാം. പക്ഷേ നിന്നെ ഈ തെറ്റിൽ നിന്ന് മാറ്റുന്ന, തെറ്റിച്ച് കളയുന്ന, പിടിച്ചു വെക്കുന്ന ഒരു ദീനിന്റെ ആദർശം നിനക്കില്ലേ? പടച്ചോനെ പേടിയില്ലേ എന്നാ ചോദ്യം. ഞാനും നീയും ഒറ്റക്കാണ്, നിനക്ക് എന്തും എന്നെ ചെയ്യാ, ഞാൻ നിസ്സഹായാണ്. പക്ഷേ ഈ വലിയ തിന്മകളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുന്ന ഒരു ആദർശം, ഒരു പടച്ചോനെ പേടി, ഒരു ദീനീബോധം, ഒരു മതബോധം നിനക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? അല്ല തന്നെ സത്യം, ലാ യറാ ഇല്ലൽ കവാക്കിബ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ നക്ഷത്രങ്ങൾ മാത്രമല്ലേ? നമ്മൾ ഇരുട്ടത്താണ്, നമ്മൾ കണ്ട ഒറ്റക്കല്ലേ, വേറെ ആരും ഇല്ലല്ലോ എന്നതിന്റെ അർത്ഥം. നക്ഷത്രങ്ങൾ മാത്രമല്ല ഇങ്ങനെ വെട്ടിത്തിളങ്ങ ആകാശത്തിലുള്ളൂ, കൂരാകൂരിട്ടും. പക്ഷേ എന്താ പറഞ്ഞത് ആ സ്ത്രീ? ആ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുകയും അതിനെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബില്ലേ? ആ നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്ന, അത് നിയന്ത്രിക്കുന്ന റബ്ബില്ലേ മനുഷ്യ? അവനെ പേടിച്ചുവെങ്കിലും ഈ തിന്മയിൽ നിന്ന് നിനക്ക് മാറി നിന്നൂടെ എന്ന് ഈ അറാബിയായ ഗ്രാമീണ സ്ത്രീ തന്നെ പീഡിപ്പിക്കാൻ വന്ന മനുഷ്യനെ പടച്ച തമ്പുരാൻ ആ നിരീക്ഷണ ബോധത്തെയും അറിവിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നാം പറഞ്ഞു വന്നത്, അള്ളാഹിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിലുള്ള പേടിയും ഭക്തിയും അതുപോലെ തഖ്വയും ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മൾ ഒറ്റക്കാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും, നമ്മുടെ ഭാര്യ കൂടെ ഇല്ലെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലെങ്കിലും മക്കൾ ആരുമില്ല, മക്കളൊക്കെ സ്കൂളിൽ പോയി, നമുക്ക് ഒറ്റക്കാണ്. നമ്മുടെ കയ്യിൽ നല്ല വിലപിടിപ്പുള്ള മൊബൈലുകളുണ്ട്, അതുപോലെ വീട്ടിൽ അതിനുള്ള എല്ലാ വൈഫൈ സിസ്റ്റം ഉണ്ട്, ഇന്റർനെറ്റ് സിസ്റ്റം ഉണ്ട്, എന്തും കാണാം. ആരും കാണുന്നില്ല. എല്ലാം ഡിലീറ്റ് ചെയ്യുവാനും മറ്റുള്ളവർ ചെക്ക് ചെയ്യുമ്പോൾ അത് കണ്ടെത്താതിരിക്കാനുള്ള പല വഴികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ കാവലിലാണ് നാം എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സർവ്വ തിന്മകളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, കുറ്റങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതമായി രക്ഷപ്പെട്ട് നല്ല ആളുകളായി, ഉത്തമ സൃഷ്ടികളായി, ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന് പറഞ്ഞ സൂറത്തുൽ ബയ്യിനെ അല്ലാഹു വിശേഷിപ്പിച്ച ഉന്നതമായ ഉത്തമന്മാരായ ആളുകളുടെ ശ്രേഷ്ഠതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്തഗ്ഫിരീൻ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ മുറാഖബത്ത് അത് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ജീവിതത്തെ പാപസുരക്ഷിതമായൊരു ജീവിതമായി സംസ്കരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നാളെ പരലോകത്ത് അള്ളാഹു വെച്ച ഈ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും കാറ്റിൽ പറത്തി താന്തോന്നികളായി ഇച്ഛക്കനുസരിച്ച് ജീവിച്ച ആളുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ നരകാവകാശികളായി കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 41 അധ്യായം അൽ ഫുസ്സിലത്ത് സൂറത്തിലെ 20, 21, 22 ആയത്തുകളിൽ ഇവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പഠിക്കണതാണ്. വിശുദ്ധ ഖുർആൻ പഠനവേദികളിൽ നമ്മൾ അർത്ഥസഹിതം പഠിക്കണതാണ്. പക്ഷേ നമ്മൾ അത് ആഴത്തിലിരുന്ന് പഠിച്ചില്ല എന്നു. എന്താ അള്ളാഹ് പറയുന്നുണ്ട്, ഹത്ത ഇദാ മാ ജാഊഹ, ഈ തിന്മകൾ ചെയ്ത ധിക്കാരികളായ, പൊക്കിരികളായ, താന്തോന്നികളായ, പാപങ്ങളിൽ മുഴുകിയ ആളുകൾ നാളെ നരകത്തിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹ്ക്കറിയാം, പക്ഷെ അള്ളാഹ്ക്ക് അവർ ശിക്ഷിക്കാം. പക്ഷെ അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. അള്ളാഹ് പറയാണ്, ഷഹിദ അലൈഹിം സമഉഹും വ അബ്സാറുഹും വ ജുലൂദുഹും, അവരുടെ ശരീരത്തിലുള്ള അവരുടെ കണ്ണ്, കാത്, തൊലി, അവരെയും അള്ളാഹു അവർക്കെതിരെ സാക്ഷിയായി കൊണ്ടുവരും എന്നാണ് എഴുതി വെച്ച്, ഹൃദയത്തിൽ എഴുതി വെച്ച് നമ്മൾ പരിശോധിക്കണം. ഈ ആയത്ത് 41 അധ്യായത്തിലെ 20 ആയത്ത്. എന്നിട്ട് അള്ളാഹ് പറ, ബിമാ കാനു യഅമലൂൻ, അവർ ദുനിയാവിൽ ജീവിച്ച ഓരോ നിമിഷങ്ങളും അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് സാക്ഷി ആരാ കൊണ്ടുവരുന്നത്? അവരുടെ ഭാര്യമാരല്ല, മക്കളെയല്ല, അതുപോലെ നാട്ടുകാരല്ല, അതുപോലെ മറ്റുള്ള സൃഷ്ടികളല്ല. അവരുടെ ശരീരത്തിൽ അവർ നന്നായി ഭംഗിയായി കാത്തു സൂക്ഷിച്ചിരുന്ന അവരുടെ കണ്ണ്, കാത്, ശരീരത്തിന്റെ സ്കിന്നുകൾ, തൊലികളെ അവർ ചെയ്ത പ്രവൃത്തികൾക്ക് സാക്ഷിയായി അള്ളാഹ് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന സമയത്ത് ഈ
കാതും കണ്ണും തൊലിയുമെല്ലാം അവർക്കെതിരെ അള്ളാഹുവിനോട് ഇങ്ങനെ ഈ പടപ്പ് ചെയ്ത തെറ്റുകൾ ഇങ്ങനെ പറയുമ്പോൾ ഈ മനുഷ്യന്മാർ അവരുടെ തൊലികളോടും കണ്ണിനോടും കാതിനോടും ചോദിക്കും, വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന. അവർ തങ്ങളുടെ തൊലികളോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ എതിരെ സാക്ഷി പറയണോ? ആരാ പറയുന്നത്? പുറത്തുനിന്നല്ല. നമ്മൾ ഏറ്റവും നല്ല ഭംഗിയായി കൊണ്ട് നടക്കുന്ന, ഒളിപ്പിച്ച് നടക്കുന്ന, അതുപോലെ സൗന്ദര്യം കൊണ്ട് നമ്മൾ അതിനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞ് നാട്ടിലല്ലേ പല സംവിധാനം. എന്നിട്ട് അതിന് പോയി നമ്മൾ കൂടുതൽ നമ്മളുടെ മുഖവും ശരീരവും ഭംഗി കൂട്ടുക. ഈ ഭംഗി കൂട്ടിക്കൊണ്ട് ലക്ഷക്കണക്കിനും 10,000-കണക്കിന് രൂപ കൊടുക്കുകയാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ബ്യൂട്ടി പാർലറുകളിലൊക്കെ. ഈ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി നമ്മൾ ഏറ്റവും സൗന്ദര്യത്തിന്റെ കണ്ണായി കണ്ണും കാതും തൊലികളുമെല്ലാം അള്ളാന്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കാം, ലിമ ഷഹീദ്തും അലൈന, നിങ്ങൾ തന്നെ നമുക്കെതിരെയാണോ? നമുക്കെതിരെ സാക്ഷി പറയാം. അപ്പൊ എന്താ ഈ തൊലി പറയുന്നത്? കണ്ണ് പറയും, ഖാലു അൻതഖനല്ലാഹുല്ലദി അൻതഖ കുല്ല ശൈ. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത അള്ളാഹു ഞങ്ങൾക്കും സംസാരിക്കാനുള്ള കഴിവ് നൽകി. ഇത്രയേ ഉള്ളൂ. ഇന്ന് സംസാരിക്കുന്നുണ്ട് തൊലികൾ, ഇന്ന് സംസാരിക്കുന്നുണ്ട് കണ്ണുകൾ, ഇന്ന് സംസാരിക്കുന്ന ചെവികൾ. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഭംഗി ആവരണം ചെയ്തിരിക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന ഗ്ലോവായി നമുക്ക് നൽകുന്ന നമ്മുടെ മുഖഭംഗി, ശരീരഭംഗി, കയ്യിന്റെ ഭംഗി, കാലിന്റെ ഭംഗി, സ്കിന്നുകൾ, ഇതെതിരെ നമുക്കെതിരെ സംസാരിക്കുകയാണ് അള്ളേ പറയുന്നത്. എന്നിട്ടോ അവർ പറയും, നിങ്ങൾ ആദ്യമേ സൃഷ്ടിച്ചവൻ അവൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ളവനാ. എന്നിട്ട് അള്ള പറയുന്നുണ്ട്, വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും. നിങ്ങളുടെ ഈ കണ്ണും കാതും ഈ തൊലിയുമെല്ലാം നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും അവരെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. വല്ലാത്തായത്ത. എൻ്റെ കാതും എൻ്റെ കണ്ണും എൻ്റെ സ്കിന്നുമെല്ലാം നാളെ റബ്ബിന്റെ മുമ്പിൽ എനിക്കെതിരെ സാക്ഷി പറയുമെന്ന് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും നീ എന്തേലും അവരെ മൈൻഡ് ചെയ്തില്ല, ഗൗരവത്തിലെടുത്തില്ല. വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅലമു. നീ എന്താ വിചാരിച്ചത്? നീ ചെയ്യുന്ന പല കാര്യങ്ങളും അള്ളാഹ് അറിയില്ല എന്ന് വിചാരിച്ചു. ദായത്ത വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 20, 21, 22 ആയത്തുകൾ നമ്മൾ ചേർത്ത് ഒറ്റക്കിരുന്ന് പഠിക്കണം. നമ്മൾ ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് നമ്മൾ മോടി പിടിപ്പിക്കുന്ന, ഭംഗി കൂട്ടുന്ന നമ്മുടെ ശരീരത്തിന്റെ സ്കിൻ, അത് നമുക്കെതിരെ നാളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തതിന്റെ പേരിൽ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന് റബ്ബ് തന്നെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സസൂക്ഷ്മം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അത്തരക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും അഫ്ഫാറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമഖാമ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ المتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.